വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ഫിലിപ്പി 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പി 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മനുഷ്യർ നെട്ടോട്ടമോടുന്നത്. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും. പക്ഷെ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അവനിൽ ജീവനുണ്ടാകും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് മുഴുവൻ അതൊരു മണ്ടത്തരമാണ് ശരിക്കും. സ്വന്തം താല്പര്യം മാത്രം നിലനിൽക്കുവാനുള്ള അല്ലെങ്കിൽ നിലനിർത്തുവാനുള്ള തത്രപ്പാടിലാണ് ജനം. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് മുൻഗണന നൽകി ജീവിക്കുന്നവനെ കർത്താവ് കൈപിടിച്ചുയർത്തും. ഈ ലോകം ഉയർത്തുന്നതിനേക്കാൾ അധികമായി കർത്താവ് അവനെ കൈപിടിച്ച് ഉയർത്തും. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. സ്വേച്ഛാധിപതികൾ, അതായത് സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നത്. ആ ഇഷ്ടത്തിനെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ശത്രുക്കളായി കാണുകയും ശത്രുതാ മനോഭാവത്തോടെ അവരോട് പെരുമാറുകയും അവരെ ഒതുക്കിക്കളയുകയും ഒക്കെ ചെയ്യുന്നു. ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം അത് തന്നെയല്ലേ, സ്വന്തം താല്പര്യം. ഇപ്പോൾ ഇസ്രായേലിലൊക്കെ നടക്കുന്ന യുദ്ധം നോക്കിയാൽ രണ്ടുപേരും ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിരപരാധികളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനാകും. അതിന് പകരം സ്വന്തം താല്പര്യം നിലനിർത്താൻ, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ അവർ പല കുതന്ത്രങ്ങളും അല്ലെങ്കിൽ കുറ്റാരോപണങ്ങളൊക്കെ നടത്തി യുദ്ധം നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ നേഷൻസ് എന്നൊക്കെ പറയുന്നവരും ഇതിനകത്ത് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാം നടക്കുന്നു. അവരുടെ ആയുധങ്ങൾ വിൽക്കുന്നു, പല ഇൻട്രസ്റ്റുകളുമാണ്. അപ്പം അതെല്ലാം ക്രിസ്തുവിനെതിരാണ്. ഇന്നത്തെ വചനം തുടങ്ങുന്നത് തന്നെ മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും
ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഇപ്രകാരം ജീവിക്കുന്നവനിൽ ക്രിസ്തു കുടികൊള്ളും, സത്യാത്മാവ് കുടികൊള്ളും. അവൻ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അവൻ അനുഭവിക്കും. മറ്റുള്ളവരെല്ലാം വെള്ള പൂശിയ കുഴിമാടങ്ങൾ തന്നെ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യർ എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ ശിഷ്യരായി, തീപിടിച്ച ക്രിസ്ത്യാനികളായി സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.